ഉത്സവങ്ങൾക്കുള്ള ആന എഴുന്നള്ളിപ്പിലെ ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾക്ക് സുപ്രീം കോടതിയുടെ സ്റ്റേ. ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ ആന പരിപാലന ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി. മൃഗസംരക്ഷണം ആചാരങ്ങളെ ബാധിക്കരുത് എന്നും നിരീക്ഷണം. ഇക്കഴിഞ്ഞ നവംബർ 14-ന് ആന എഴുന്നള്ളിപ്പിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി ഹൈക്കോടതി ഇറക്കിയ മാർഗരേഖയടങ്ങുന്ന ഇടക്കാല ഉത്തരവിനാണ് സുപ്രീം കോടതിയുടെ സ്റ്റേ. ആന എഴുന്നള്ളിപ്പ് മാർഗരേഖ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ നൽകിയ ഹർജികളിലാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ. ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അപ്രായോഗികമെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. ആനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കും, പിന്നെങ്ങനെ 3 മീറ്റർ അകലം പ്രായോഗികമാകുമെന്നും സുപ്രീം കോടതി ചോദ്യമുന്നയിച്ചു. തുടർന്ന് ഹർജികളിൽ എതിർകക്ഷികളായ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ശൂന്യതയിൽ നിന്നും ഉത്തരവിറക്കാനാകില്ല. നിലവിലെ ആന പരിപാലന ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങളെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. നിലവിലെ ചട്ടങ്ങൾ പാലിച്ച് ആന എഴുന്നള്ളിപ്പ് നടത്താം, മൃഗസംരക്ഷണം ആചാരങ്ങളെ ബാധിക്കരുതെന്നും സുപ്രീം കോടതി ഓർമ്മിപ്പിച്ചു. അതേസമയം എന്ത് അപകടം സംഭവിച്ചാലും ദേവസ്വമാണ് ഉത്തരവാദികളെന്ന് പറഞ്ഞ സുപ്രീം കോടതി അപകട സാധ്യതയുണ്ടെന്നറിഞ്ഞാണ് ആളുകൾ ഉത്സവത്തിന് വരുന്നതെന്നും ചൂണ്ടിക്കാട്ടി. അടുത്തടുത്ത് നിന്നാൽ ആനകൾക്ക് ചൂട് അനുഭവപ്പെടുമെന്നും ആന എഴുന്നള്ളത്ത് മൃഗങ്ങളോടുള്ള ക്രൂരതയുടെ പരിധിയിൽ വരുമെന്നും മൃഗസംരക്ഷണ സംഘടനയുടെ അഭിഭാഷകൻ വാദമുന്നയിച്ചിരുന്നു. ചൂടില്ലാതിരിക്കാൻ കേരളം ഹിമാലയത്തിലല്ലെന്നായിരുന്നു ഇതിന് ജസ്റ്റിസ് ബെലായം ത്രിവേദിയുടെ മറുപടി. ആനകൾ തമ്മിൽ 3 മീറ്റർ അകലപരിധി വേണം. രാവിലെ 9 മുതൽ വൈകുന്നേരം 5 വരെ പൊതുറോഡിൽ ആന എഴുന്നള്ളത്ത് പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങൾ അടങ്ങിയ മാർഗരേഖയായിരുന്നു ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. ഇതിനെതിരെ ഭക്തജന പ്രതിഷേധം കനക്കുന്നതിനിടെയാണ് വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ. ജനം, കൊച്ചി.